നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായില്ലേ, നിറയെ മൾബറിപ്പഴം ഉണ്ടായി നിൽക്കുന്നത്. കുറേയൊക്കെ കഴിച്ചു, കുറേയൊക്കെ കിളികൾ കൊത്തിക്കൊണ്ട് പോയി, കുറേയൊക്കെ പഴുത്ത് താഴെ വീണ് പോയി. അയൽപക്കങ്ങളിലുള്ള കുട്ടികൾക്ക് കൊടുത്തു. ഇനിയുണ്ട് ഇഷ്ടം പോലെ. എന്താ ചെയ്യുക? എന്നാൽ പിന്നെ ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടോ. കുറേ പറിച്ചെടുത്തുകൊണ്ട് വന്നു, നന്നായിട്ട് കഴുകി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു തുള്ളി വെള്ളം ചേർക്കണ്ടാട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വേണം അരിച്ചൊഴിക്കാം. ഞാൻ അരിക്കുകയൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, അത്യാവശ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. പിന്നെ മൾബറിക്ക് അത്യാവശ്യം പുളിയൊക്കെ വന്നു തുടങ്ങി, കാരണം മഴയൊക്കെ പെയ്തുകൊണ്ടേ അതിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റൊക്കെ അങ്ങ് മാറിക്കിട്ടി. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നപ്പോൾ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി നോക്കി, അത്യാവശ്യം വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി 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 കുറുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇത് ബ്രെഡിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കാം. ഇത് കുറുകി വരുമ്പോഴേ അരമുറി നാരങ്ങ നീരും കൂടെ ചേർക്കണം, കേടാവാതിരിക്കാനാണ്. പിന്നെ നാരങ്ങ നീര് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുളിയും കൂടെ ഒന്ന് ബാലൻസ് നോക്കണം. എന്നിട്ട് വേണമെങ്കിൽ മധുരം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടിത് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുത്ത് കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കുപ്പിയിലൊഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം.